വെളിയങ്കോട് പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ മേശ, കസേര എന്നിവയുടെ ആദ്യഘട്ട വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു നിർവഹിച്ചു. പഞ്ചായത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാവശ്യം 25 ലക്ഷം രൂപയോളമാണ് നമുക്ക് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് കട്ടാര ഗവൺമെന്റിന്റെ 1ാം ഘട്ട വിതരണമാണ് നടത്തുന്നത്. 2ാം ഘട്ട സാധാരണ കൊണ്ടും നടത്തുക. അതുകൂടാതെ മത്സ്യത്തൊഴിലാളികൾ വിൽപ്പന നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. എല്ലാവരും നമ്മൾ നൽകിയത് ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഒരു വർഷങ്ങളിൽ 2024-25 വാർഷിക പദ്ധതിയിലും ഈ മേഖലയിലെ ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് അവരുടെ പഠനം അതുപോലെ തന്നെ ജീവിത നിലവാരത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. താവളക്കുളം ന്യൂ GLP സ്കൂളിൽ വെച്ച് നടന്ന വിതരണത്തിൽ വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ഓഫീസർ AA സുലൈമാൻ പദ്ധതി വിശദീകരിച്ചു. 5 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത്. കൂടാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, മത്സ്യവിപണനം നടത്തുന്നവർക്ക് മോട്ടോർ സൈക്കിൾ, ഐസ് ബോക്സ് എന്നീ പദ്ധതികൾക്കായി 25 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് വർഷം പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സേതു പുഴക്കര, മെമ്പർമാരായ സുമിത രതീഷ്, ഷെരീഫ മുഹമ്മദ്, വിദ്യാഭ്യാസ നിർവഹണ ഉദ്യോഗസ്ഥൻ ബാബു മാസ്റ്റർ, ഫിഷറീസ് ഉദ്യോഗസ്ഥരായ ജംഷീല, അശ്വതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.